നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ തന്നെ സ്ഥിരം രാഷ്ട്രീയ നേതാക്കളെ വിട്ട് സിനിമയിലും ക്രിക്കറ്റിലുമൊക്കെ വമ്പൻ താരങ്ങളായി മാറിയ ആളുകളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ നിയമസഭയിൽ പ്രശസ്ത നടനായ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അംഗങ്ങളാണ്. അതുപോലെ നേരത്തെയൊക്കെ തന്നെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളുമൊക്കെ തന്നെ മത്സര രംഗത്ത് സജീവമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ക്രിക്കറ്റിലെ പ്രഗത്ഭന്മാരായ ആളുകളെ, മലയാളികളെ സ്ഥാനാർത്ഥികളാക്കാൻ BJP നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനമായി ആദ്യം ഉയർന്നു വരുന്ന പേര് സഞ്ജു സാംസൻ്റേതാണ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ മണ്ഡലത്തിലേക്കാണ് സഞ്ജുവിനെ പരിഗണിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. സഞ്ജു ഈ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ്. മാത്രമല്ല സാമുദായിക പ്രാതിനിധ്യമുണ്ട്. പിന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വളരെ പ്രശസ്തനായ ക്രിക്കറ്റ് കളിക്കാരനാണ്. മാത്രമല്ല പുതിയ തലമുറയുടെ ന്യൂ ജനറേഷൻ്റെ ഒരുപാട് വോട്ടുകൾ സഞ്ജുവിന് വാരിക്കൂട്ടാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ സഞ്ജു സാംസണാകട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ BJP സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല. ഇതിൽ സഞ്ജു വി സാംസൺ തിരുവനന്തപുരം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി മാറാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും കൃത്യമല്ല. മാത്രമല്ല തിരുവനന്തപുരത്തെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും വളരെ രാഷ്ട്രീയപരമായി തന്നെ ചിന്തിക്കുന്നവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വശം. VK കൃഷ്ണമേനോനും ശശി തരൂരുമൊക്കെ പാർലമെൻറ്റിലേക്ക് വിജയിച്ച് കയറിയതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഈ ഒരു രീതി, വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയുകയില്ല. എങ്കിൽ പോലും പ്രശസ്തരായ മലയാളികളെ എന്നും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളവർ തന്നെയാണ് മലയാളികൾ. പക്ഷേ അതെല്ലാം വോട്ടായി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രസക്തമായ ചോദ്യം. BJP പരിഗണിക്കുന്ന മറ്റൊരു പ്രമുഖ സ്ഥാനാർത്ഥി ക്രിക്കറ്റ് താരം ശ്രീശാന്ത് തന്നെയാണ്. നമുക്കറിയാം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം അന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ് ശ്രീശാന്തിനെ മത്സരിക്കുന്നതിനെക്കുറിച്ച് BJP ആലോചിക്കുന്നത്. ശ്രീശാന്ത് എറണാകുളത്തുകാരനാണ്. ശ്രീശാന്ത് എറണാകുളത്തുകാരൻ കൂടിയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ എറണാകുളത്തുകാരൻ ശ്രീശാന്ത് തിരുവനന്തപുരത്ത് നിന്നാണ് മത്സരിച്ചതെങ്കിൽ ഇക്കുറി അവർ ശ്രീശാന്തിനെ സ്വന്തം നാട്ടിൽ തന്നെ എറണാകുളത്ത് തന്നെ മത്സരിപ്പിക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. 2016 മികച്ച രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കാൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശ്രീശാന്തിന് കഴിഞ്ഞിരുന്നു. അന്ന് പുതിയ തലമുറയൊക്കെ ഒന്നടങ്കം ശ്രീശാന്തിനൊപ്പം നിന്നിരുന്നുവെങ്കിൽ പോലും തികച്ചും രാഷ്ട്രീയപരമായ വോട്ടെടുപ്പ് തന്നെയാണെന്ന് നടന്നതെന്ന് വേണം പറയാൻ. അങ്ങനെ അന്ന് ശ്രീശാന്ത് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ പുതിയ മാറിയ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ക്രിക്കറ്റ് താരങ്ങൾക്കുമൊക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ ദേശീയ തലത്തിലും ഈ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ ഒരുപാട് സ്വീകാര്യത ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ പ്രമുഖരായ വ്യക്തികളെ രംഗത്തിറക്കുന്നതിനെക്കുറിച്ച് BJP സംസ്ഥാന നേതൃത്വം, ദേശീയ നേതൃത്വം ഒക്കെ തന്നെ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് ക്രിക്കറ്റ് താരങ്ങൾ, ശ്രീശാന്ത് ആണെങ്കിലും സഞ്ജു സാംസൺ ആണെങ്കിലും അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശസ്തരായ ആളുകളാണ്. ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഈ രണ്ടുപേരും രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ എന്നും നമ്മുടെ അഭിമാനമായി നിന്നിരുന്ന രണ്ട് ക്രിക്കറ്റ് താരങ്ങൾ തന്നെയാണ്. കേരളത്തിൽ നിന്ന് ക്രിക്കറ്റിൻ്റെ ഏറ്റവും ഔന്നത്യങ്ങളിലെത്തിയ രണ്ടുപേരാണ് ശ്രീശാന്തും സഞ്ജു വി സാംസണും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇവരെ രണ്ടുപേരെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു താരപരിവേഷത്തോടു കൂടിയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനും അതിലൂടെ വോട്ടുകൾ നേടി വിജയിക്കാനുമൊക്കെ കഴിയും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ശ്രീശാന്തുമായി BJP നേതൃത്വ കാര്യം ചർച്ച ചെയ്തോ എന്നുള്ള കാര്യം വ്യക്തമല്ല. 2016 ശ്രീശാന്ത് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുമ്പോൾ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിച്ചത്. പാർട്ടി സ്വതന്ത്രനായിട്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനായിരിക്കും ശ്രീശാന്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ തീരുമാനമാവുക എന്ന് വേണം കരുതാൻ. എന്നാൽ കേരളത്തിലെ ഏറ്റവും ലോകപ്രശസ്തരായ രണ്ട് ക്രിക്കറ്റ് കളിക്കാർ ഇക്കുറി കാവിക്കൊടി ഏന്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ക്രിക്കറ്റിൻ്റെ ക്രീസിൽ നിന്ന് രാഷ്ട്രീയത്തിൻ്റെ ക്രീസിലേക്ക് ഇരുവരും എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശ്രീശാന്തിന് നേരത്തെ ഒരു തവണ മത്സരിച്ച അനുഭവമുണ്ട് എങ്കിൽ സഞ്ജു സാംസൺ മത്സരിക്കുകയാണെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ കന്യംഗം ആയിരിക്കുകയും ചെയ്യും.